ഗൈസ് എനിക്കൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്നലെ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടി വിയുടെ ഒഫീഷ്യൽ പേജിൽ. അപ്പോൾ ഡയസ് എല്ലാ കാര്യം പറയാം ഗൈസ്. ഡയസിൻ്റെ കാര്യം എല്ലാം പറയാം ചില്ലാവും. ഞാൻ എല്ലാം പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് അപ്പം ആദ്യം തന്നെ ടി വിയെ റിലേറ്റഡ് ആയിട്ടുള്ളത് കാര്യമായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ടി വിയിൽ കീരിയും അതേപോലെ തന്നെ ഡൈന ഗെയിമിങ്, നിങ്ങൾക്കറിയാം, നേരത്തെ അവർ നല്ല കപ്പിളാർപ്പി കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ കപ്പിളാർപ്പി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്ലെയർ റാൻഡമായിട്ട് എവിടുന്നോ വന്ന് അടിച്ചു കൊന്ന് തെറിയും വിളിച്ചിട്ട് പോയായിരുന്നു. അവൻ ഈ സിറ്റിയിൽ നിന്ന് പെർമനന്റ് ബാൻ കിട്ടിയായിരുന്നു. സ്റ്റൈൽ സോപ്പി എന്നാണ് അവൻ്റെ പേര്. ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് പല ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെയും കീരിയെയും എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പെർമനന്റ് ബാൻ മാറ്റി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെയൊക്കെ കൂടെ VC-യിൽ അന്ന് ഈ സിറ്റുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെറ്റ അടിച്ച് കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് VC-ക്കകത്ത് KVL പൃഥ്വി, KVL മൈക്കി, പിന്നെ വേറൊരു പ്ലെയർ ഉണ്ട്, എന്താ അവൻ്റെ പേരെന്തായിരുന്നു, ലക്സിയാന്ന് തോന്നുന്നു, ലെക്സി, പിന്നെ ഈ സ്റ്റൈൽ സോപ്പി ആയിട്ടാണ് ഇവരെല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് ഇതിനകത്ത് കേൾക്കുന്നത്. അതിനകത്ത് ആ കൊച്ചിനെ പേഴ്സണലി അബ്യൂസ് ചെയ്യുന്ന രീതിയിലത്തേതായിട്ടൊക്കെ ഉള്ള ഒരുപാട് POV കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ T47 ഒരു മോനും. അപ്പോൾ ഇത്ര അവന്മാരോട് ഒരുമിച്ചിരുന്നാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം, മനസ്സിലായ? അപ്പോൾ ഇത് ചെയ്തതിൻ്റെ POV വേറൊരാൾ ലീക്കാക്കി. അതായത് കുറേ നാൾക്ക് ശേഷം ലീക്കാക്കി. അപ്പോൾ ലീക്കായപ്പം നമ്മളൊക്കെ ഞാനൊക്കെ ഇത്രയും ദിവസം വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടില്ല ഗൈസ്, കണ്ണാപ്പി വരെ പോയി KV ആയിട്ടുള്ള സിറ്റുവേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പ്രഷറായിരിക്കും ഇവർക്കൊക്കെ ഓഫ്ലൈനിൽ കൊടുത്തിട്ടുള്ളത്. KV ആയിട്ട് സിറ്റുവേഷൻ എടുക്കല്ലെന്ന് പറഞ്ഞ് കണ്ണാപ്പിയെ പോലെ ഒരുത്തൻ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ണാപ്പിയെ പോലെ ഒരുത്തൻ മാറണമെന്നുണ്ടെങ്കിൽ ഞാനത് അത്രയും ഓഫ്ലൈനിൽ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇവന്മാരെ, കാരണം ഒരു വട്ടം കണ്ണാപ്പി ഞാൻ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ചെയ്തതാണ്. ഞാൻ കിക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇനി നീ ഇമാതിരി പോക്കൃത്തരം കാണിച്ചാൽ ഇനി നീ TV-യിൽ ഉണ്ടാവില്ല, ഞാൻ സ്റ്റോറി ഇടുമെന്ന് പറഞ്ഞു. T47 വലിയ കാര്യമല്ലടാ പറഞ്ഞ. വേറൊരുത്തൻ അത് പെഡോ എന്ന് പറഞ്ഞ് പേരുള്ള ഒരുത്തനുണ്ട്. അവൻ സാമ്പ് കളിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം T47 കളിക്കണം. വലിയ കാര്യമല്ല പറയണം, പെഡോ എന്ന് പേരുള്ള ഒരുത്തൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത്രയും പ്രഷർ കൊടുത്ത് ഞാൻ നിർത്തിയിരുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഇവന്മാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഒബ്വിയസ്ലി ഞാൻ ഇത് പറയാം. വാട്ട് ദ അതാ ഞാൻ ഒരു കാര്യം ഇതിനകത്തോട് പറയാം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് KV ആയിട്ട് സിറ്റുവേഷൻ എടുക്കില്ലെന്ന് നമ്മുടെ ബോട്ടം ഓഫ് ദ 30 നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നാളത് അങ്ങനെ പൊക്കോണ്ടിരുന്നു. പക്ഷേ ഈ POV ഇവർ പറയണത് 1 വർഷം മുമ്പുള്ള POV ആണെന്ന്. ബട്ട് സ്റ്റിൽ 1 വർഷമാണേലും 2 വർഷമാണേലും ചെയ്തത് പോക്കൃത്തരമാണ് എന്ന് ഞാൻ എനിക്ക് KV സപ്പോർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ചെയ്തത് പോക്കൃത്തരമാണ്. അത് ഇവന്മാർ ചെയ്തതിന് KV ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ എടുത്ത്. അതായത് ഇവന്മാരെ 3 പേരെയും KV-ക്കകത്തുനിന്ന് പുറത്താക്കി. പൃഥ്വി, ലെക്സി ആൻഡ് മൈക്കി, ഇവരെ 3 പേരെയും KV-ക്കകത്തുനിന്ന് പുറത്താക്കി. പിന്നെ ആ ഒരു കാര്യത്തിൽ KV-യുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായ സമയത്താണ് ഞാൻ ഇന്നലെ സ്റ്റോറി ഇടുന്നത്. സ്റ്റോറി ഇട്ട് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു. വാട്ട് എവർ ദ സിറ്റുവേഷൻ ഈസ് വി വിൽ ബി വിത്ത് അവർ ബെസ്റ്റ് റിവലറി KV എന്ന് പറഞ്ഞിട്ട്. അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം TV-യിൽ നിന്ന് ആൾക്കാർ ഇത്രയും പേര് പോയ സമയത്ത് ഇവിടെ വന്ന് ഇത് റീബിൽഡ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കാനും എനിക്കുണ്ടായിരുന്നത് അപ്പാപ്പനും അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ഇത് ഞാൻ ഫേസ് ചെയ്തതാ. ഇപ്പം KV എന്താണോ ഫേസ് ചെയ്യണേ, ആൻഡ് KV എന്ന് പ്ലേയേഴ്സ് MRC-യിലേക്ക് പോയതിൽ എനിക്ക് കമൻസ് ഒന്നും പറയാനില്ല ഗൈസ്. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിനി എന്തൊക്കെയാണെങ്കിലും അവർക്ക് വേറൊരു ഗ്യാങ്ങിലെ കളിക്കാൻ താല്പര്യമെങ്കിൽ അതിനി എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അവിടെ പോകണമെങ്കിൽ അത് അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. ഒരു പ്ലെയർ പോകാൻ തീരുമാനിച്ചാൽ അവനെ പറഞ്ഞു വിടാതെ നമ്മൾ ഇവിടെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ 100% ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് അവർ പോണതോ അവരുടെ ഇഷ്ടമുള്ള ഗ്യാങ്ങിൽ കളിക്കണതാണ്. ഞാൻ പറയാം, എൻ്റെ അകത്ത് TV-യേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നാളെ ഏതെങ്കിലും ഒരു ഗ്യാങ് വരുവാണെന്നുണ്ടെങ്കിൽ, ഇന്നത് എന്തായാലും ഇല്ല, നാളെ അത് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേയേഴ്സിനോട് ഞാൻ അവിടെ കളിക്കാനേ പറയത്തുള്ളൂ. കാരണം നമുക്ക് അങ്ങനൊരു ഇത് വരുവാണെന്ന സമയത്ത് പ്ലേയേഴ്സ് എല്ലാവരും ഇന്ന് TV-യിൽ
കളിക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയിട്ടുള്ളൂ ഗൈസ്. പലവട്ടവും നമ്മളുമായിട്ട് അടി ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇതിൽ കളിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കരിയറൊക്കെ നോക്കിയിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പൈസ കിട്ടുന്നത് നിന്നാൽ എത്ര പേര് ഇത് ജീവിതകാലം മൊത്തം ചെയ്തുകൊണ്ടിരിക്കും? ആരും ചെയ്തിട്ടില്ല. കരിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നോക്കണം. അത് നോക്കി പോയതിലൊന്നും അതിലെനിക്ക് കമൻ്റ് ഇല്ല. പക്ഷെ ഞാൻ പറയണത് പ്ലേയേഴ്സ് ഇങ്ങനെ പോകുമ്പോൾ ഉറപ്പായിട്ടും അസ് ഒരു ലീഡർ, അസ് ഒരു കോ ലീഡർ അവർക്ക് നല്ല വിഷമം ഉണ്ടാവും. അത് അവർക്കൊരു ഡൗൺ ടൈമാണ്, അത് അവർക്കൊരു നല്ല ശോകം ടൈമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടൈമിൽ എൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടി വിയുടെ സപ്പോർട്ട് എന്ന് പറയണത് KVAക്ക് ആയിരിക്കും എന്നാണ് ഞാനത് ഇന്നലെ പോസ്റ്റ് ചെയ്തത്. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല. ദാറ്റ് ഡസൻ മീൻ MRCയോട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. MRCയോട് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ KVA സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇതിൻ്റെ ഫാക്റ്റ്. MRC ആയിട്ട് സിറ്റിയിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ സിറ്റിയിൽ മര്യാദയ്ക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. ലീഡേഴ്സും കോ ലീഡേഴ്സും എല്ലാവരുമായിട്ട് ഞാൻ RP അവരുടെ ലീഡറോ കോ ലീഡറിൻ്റെ ഒക്കെ കൂടെ RP ഞാൻ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ആൻഡ് വേറൊരു കാര്യം കൂടെ, ഇതെങ്ങനെ വേണേൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം ആലോചിച്ചാൽ മതി. MRCയുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഒരു ഡൗൺ ടൈം അവർക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പോഷറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് MRCയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് KVA ഒഴിവാക്കാം, എനിക്കിത് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ കറണ്ട് സെനാറിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഓഡിയൻസിനെ കൂടി ഇമ്പ്രസ് ചെയ്ത് ഇതാക്കായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് MRC ഓഡിയൻസ് അത് ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു വലിയ റിവലറി നടന്നിട്ട് ഞങ്ങൾ ജീവിതം വെറുത്തു പോയതാണ്. MRC ഓഡിയൻസ് പുതിയ ആൾക്കാരാ ഇതിനകത്തോട്ട്, ഈ RPയിലോട്ട്. ഞങ്ങൾ തമ്മിലൊരു ഞാൻ TVA വേഴ്സസ് KVA നടന്നിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് നേരിട്ട് കാണുന്ന സമയത്തൊന്നും മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലായതാണ് ഈ ഗെയിം കാരണം. അതുപോലൊരു സാധനം റിപ്പീറ്റഡ് ആവാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ KVA TVA എന്ന് പറയുന്ന ഒരു അടി ഉണ്ടാവാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇത്രയും നാൾ വെച്ചേക്കുന്നത്. എനിക്ക് ആരോടും ഒരു വിദ്വേഷവും ഇല്ല. നിങ്ങളുടെ MRC ഓഡിയൻസിന് ഞാൻ അന്ന് ഇതെന്ന് പറഞ്ഞത് കാര്യം ഷമീറിൻ്റെ ഒരു ലൈവ് ഇതിൻ്റെ കാര്യത്തിൽ പുറത്താണ്. അല്ലാതെ ഞാൻ അനാവശ്യമായിട്ട് MRC ചൊറിയാനോ MRC ഓഡിയൻസിനെ പറയാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. അത് എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, ഇപ്പം KVAക്ക് ഒരു ഡൗൺ ടൈം ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് TVA വിൽ ബി ഓൾവേസ് വിത്ത് KVA. ഇപ്പം കറൻറ്റ്ലി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ അവരുടെ ഒരു ഡൗൺ ടൈമിൽ നിന്ന് അവരെ റിക്കവർ ആവാൻ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും KVAക്ക് ഉണ്ടാവും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനർത്ഥം ഒരുമിച്ച് നിന്ന് MRCക്ക് ഹേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ MRCക്ക് അത് ചെയ്യുക എന്നല്ല. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഡയോസിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഗൈസ്. ഡയോസിൻ്റെ കാര്യം ഇതിനു മുമ്പേ പലവട്ടം ഇവിടെ കളിക്കുന്നതിൽ, ഇവിടെ വന്ന് എക്സലൻസി വന്ന് കളിക്കുന്നതിൽ നമുക്ക് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലവട്ടം പറഞ്ഞായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പം രായനോടൊക്കെ ഇത് അങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എടാ ഇതെല്ലാം സോൾവ് ചെയ്യുന്നൊരു സമയമാകുമ്പോഴത്തേക്കിന് വരും എല്ലാവരും. ഇതൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ RP ചെയ്യുമ്പോൾ പോലും ഞാൻ ഇറങ്ങിയ ആൾക്കാരിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് മിണ്ടിയിട്ട് പോലും ഇല്ല. ഇപ്പോഴും മിണ്ടാത്ത ആൾക്കാരുണ്ട്, മിണ്ടിയ ആൾക്കാർ എല്ലാം മറന്ന് സംസാരിച്ച് സോൾവ് ചെയ്ത ആൾക്കാരുണ്ട്. അതെല്ലാം പോയിട്ട് അത് ഓക്കെ എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഇതിനകത്ത് നിങ്ങൾക്കറിയാം, ഞാൻ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് RPയിൽ വരുന്നത്. ഈ RPയിൽ വരുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഈ കൂട്ടത്തിലുള്ള ഡയോസിലുള്ള ആൾക്കാരും TVയിലുള്ള ആൾക്കാരിലും പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്ത് ഇതൊരു വാറായി, ഇതൊരു ട്രിഗറായി, ഈ KVA വേഴ്സസ് TVA പോലെ എക്സ്ട്രീമായിട്ട് കാണാൻ ഇനി വയ്യ. അതുകൂടെ താങ്കളുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ല കൈ, സത്യമായിട്ടും പറയുമോ. വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വേണമെങ്കിൽ ഞാൻ പറയില്ല, എനിക്കിതിപ്പോൾ സ്ട്രീം ചെയ്ത് ഈ ഗെയിം കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നും കിട്ടില്ല. ഞാൻ അവരോട് തന്നെ പറഞ്ഞ കാര്യം, നിങ്ങൾക്കിവിടെ കളിക്കണമെങ്കിൽ ഞാനിത് നിർത്താൻ വരെ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഒരു സമയത്ത് ഞാനത് പറഞ്ഞ കാര്യമാണ്. എനിക്കത് നല്ല പേടിയാണ്. ഇപ്പോഴും ഈ പിള്ളേർ സെറ്റ് തമ്മിലുള്ള ഇഷ്യൂസ് ഇതുവരെ സോൾവ് ആയിട്ടില്ല. ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. ബ്രോ സംസാരിച്ചാൽ തീരില്ല ബ്രോ. ഞാൻ മാത്രമല്ലല്ലോ അതിന് വിചാരിക്കണ്ടേ, ഈ TVയിലുള്ള ആൾക്കാരും അതിന് വിചാരിക്കണം, ഡയോസിലുള്ള ആൾക്കാരും വിചാരിക്കണം. ഞാൻ ആരുടെയും പേരൊന്നും എടുത്തു പറയണില്ല. ഒരു 4 ദിവസം മുമ്പ് വരെ TVയിലുള്ള ഒരു പ്ലെയറും ഡയോസിലുള്ള ഒരു പ്ലെയറും തമ്മിൽ എക്സലൻസി സിറ്റുവേഷനായി. ആ ഒരു ഫേസിൽ എങ്ങനെ നിങ്ങളത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ഓരോരുത്തരെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും പിന്നെ അടുത്തടുത്ത പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാണാൻ വയ്യ, അത് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് കാണാൻ നല്ല താല്പര്യമുണ്ട്. ഞാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം എൻ്റെ മാത്രം ഡിസിഷൻ്റെ പുറത്തല്ല ഇങ്ങനൊരു സാധനം അവർ തീരുമാനിച്ചേക്കുന്നത്. അതിൽ കുറേ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്.
അത് സോൾവ് ആവുന്ന ഒരു ടൈം ആകുമ്പോൾ അവർ വന്ന് കളിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ബ്ലോക്ക് ഓഫ് ചെയ്യുക എന്നുള്ള ഇതൊന്നും ഒരു സംഭവമില്ല. KV എക്സ്പോസിങ് വീഡിയോ കണ്ടു ബ്രോ കണ്ടു. ഞാൻ പറയട്ടെ, എൻ്റെ ഗ്യാങ്ങിലും ഇത് ഏത് ഗ്യാങ്ങിലും സംഭവിച്ചാലും എടുക്കാൻ പറ്റുന്ന മാക്സിമം ആക്ഷനാണ് KV അവരുടെ സൈഡിൽ നിന്ന് എടുത്തേക്കുന്നത്. കണ്ടു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ഗ്യാങ്ങിൽ നിന്ന് കളഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മറ്റേ റിയൽ ലൈഫ് റൂളോ? അവന്മാരെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? മെറ്റടിച്ചെന്ന് പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അവർക്ക് മനസ്സിലായി അവരുടെ മിസ്റ്റേക്ക് ആണെന്ന്, അപ്പം തന്നെ എടുത്ത് കളഞ്ഞില്ലേ. അതിൽ കൂടുതൽ അവരെന്ത് ചെയ്യാൻ പറ്റും? ഇനിയൊന്നും ചെയ്യാനില്ല അതിനകത്ത്. കളഞ്ഞു അവർ മൂവ് ഓൺ ആവുമോ? അവർക്കൊരു ഡൗൺ ടൈമാ, അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് തുടങ്ങണം എന്നുണ്ടായിരുന്നു എനിക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഇതിൽ കൂടുതൽ ഇത് കുറേ ആൾക്കാർ എൻ്റെ വായിൽ നിന്ന് ഇനി MRC ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ, MRC എന്തെങ്കിലും തെറി പറയുന്നുണ്ടോ, MRC ഇതാക്കുവാണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ കുറച്ച് പേര് വന്നിരിപ്പുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു സാധനം പറയാനല്ല ഞാനിവിടെ വന്നേക്കുന്നത്. ഞങ്ങളുമായിട്ട് സിറ്റുവേഷൻ ആവാത്തിടത്തോളം കാലം, ഞങ്ങളെ ഒന്നും അവർ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അവർ അങ്ങനെ തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കറൻ്റ്ലി എൻ്റെ എല്ലാവിധ TV-യുടെ എല്ലാവിധ ഞങ്ങളുടെ അത്രയും എൻ്റെ ഡൗൺ ടൈമിൽ അത്രയും നിന്ന് അപ്പാപ്പനെ പോലത്തെ ആൾക്കാരുള്ള ഒരു ഗ്യാങ്ങിനോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമാണ്. എന്നെ അത്രയും ഡൗൺ ടൈമിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കറൻ്റ്ലി ഇപ്പം ആ ഗ്യാങ്ങിൻ്റെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ വേറെ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ TV-യുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച്. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഇത്രയൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. വേറെ ഒന്നും ഇല്ല ഗസ്. ഇതായിരുന്നു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്.